അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ യാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാരാഷ്ട്രയിൽ പൂനെയിലാണ് ഞാനിപ്പോ. കഴിഞ്ഞ 11 ദിവസമായിട്ട് ഞാൻ പൂനെയിലാണ്. പൂനെയിലത്തെ പ്രധാന സ്ഥലങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കവർ ചെയ്തായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം രാജ്ഗഡ് ഫോർട്ട്. പൂനെയിൽ നിന്ന് കുറച്ച് ദൂരം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള കോട്ടയാണ്. അപ്പോൾ ആ ഒരു കോട്ടയിലേക്കുള്ള ട്രെക്കിങ്ങും അവിടുത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ട് ഞാൻ പരിചയപ്പെട്ട റോഹൻ എന്ന് പറഞ്ഞൊരു ബ്രോയുടെ കൂടെയാണ് ഞാൻ രാജ്ഗഡ് ട്രെക്കിംഗ് ചെയ്യുന്നത്. അതിനുശേഷം റോഹൻ ബ്രോയുടെ കൂടെ തന്നെ പൂനെയിൽ നിന്നും 90 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന റായ്റേശ്വർ എന്ന് പറയുന്ന മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമത്തിലേക്ക് ഉള്ള ട്രെക്കിങ്ങും അവിടെ ഒരു ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തായിരുന്നു. പൂനെയിലെ ഏറ്റവും പ്രധാന ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊന്നായിട്ടുള്ള സിനഗഡ് കോട്ട കാണാനായിട്ട് നമ്മൾ പോയായിരുന്നു. അവിടുത്തെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. പിന്നെ പൂനെ സിറ്റിയിലത്തെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻസ് അഗാഖാൻ പാലസ് ഉണ്ട്, ലാൽമഹൽ ഉണ്ട്, ശനിവർ വാദ എന്ന് പറയുന്ന ഒരു കൊട്ടാരം ഉണ്ട്. അപ്പൊ ഈ കാഴ്ചകളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇവിടുത്തെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്തായിരുന്നു. മിസൽ പാവ് എന്ന് പറഞ്ഞൊരു സാധനം ട്രൈ ചെയ്തായിരുന്നു. അപ്പൊ ഈ കാഴ്ചകളെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ വീഡിയോ കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിന്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. പൂനെയിലേക്ക് ഒരു 1-2 ദിവസത്തേക്കൊക്കെ കറങ്ങാനായിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ആ വീഡിയോസ് ഒക്കെ ഉപകാരപ്രദമായിരിക്കും കേട്ടോ. അപ്പൊ ഈ കഴിഞ്ഞ 11 ദിവസങ്ങളായിട്ട് ഞാൻ സ്റ്റേ ചെയ്യുന്നത് പൂനെയിലെ സിനഗഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഈ കാണുന്ന ഹോസ്റ്റലാണ് കേട്ടോ. ബാക്ക് പാക്കർ ഹോസ്റ്റൽ. ഇവിടെയാണ് കഴിഞ്ഞ 11 ദിവസങ്ങളായിട്ടുള്ള എന്റെ വാസം. ഈ ഒരു ഹോസ്റ്റലിൽ നിന്ന് എനിക്ക് 1-2 സുഹൃത്തുക്കളൊക്കെ കിട്ടി കേട്ടോ. ഈ ചേട്ടന്റെ പേര് ബത്രാം എന്നാണ് കേട്ടോ. അരുണാചൽ പ്രദേശുകാരനാണ്. അപ്പൊ മൂപ്പര് ഇവിടെ വർക്ക് ചെയ്യാണ്. ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടൊക്കെ ഒരുമിച്ചായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് വന്നൊരു പയ്യൻസിനെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. ദൈവരാണ് കേട്ടോ അത്. ഇവനായിട്ട് നല്ല കമ്പനിയൊക്കെ ആയിരുന്നു. അപ്പൊ ഈ ഒരു ഹോസ്റ്റലിൽ അറൌണ്ട് ഒരു 250 മുതൽ 350 രൂപയ്ക്ക് ഇടയിലാണ് പെർ ഡേയിലുള്ള റേറ്റ് വരുന്നത് കേട്ടോ. കാരണം കൂടുതൽ ദിവസങ്ങൾ നമ്മൾ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് റേറ്റിൽ കുറവ് വരും. ഞാൻ 11 ദിവസം നിന്നപ്പോഴത്തേക്ക് എനിക്ക് അറൌണ്ട് ഒരു 250-300 ഇടയിലാണ് എനിക്ക് പെർ ഡേയിലുള്ള എക്സ്പെൻസ് വന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഹോസ്റ്റലിന്റെ മുഴുവൻ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ഈ ശുഭം എന്ന് പറയുന്ന ഈ ഒരു ബ്രോ ആണ് കേട്ടോ. എന്തായാലും ഇവരുടെ കോൺടാക്ട് നമ്പർ ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് എന്നെ പോലെ ബഡ്ജറ്റ് ട്രാവലേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇവിടെ പൂനെയിൽ നിന്ന സമയത്തൊക്കെ കൂടുതലും ചായ ഒക്കെ കുടിച്ചിരുന്നത് ഇവിടെ അടുത്തുള്ളൊരു കടയിൽ സുപ്രസിദ്ധ എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ടായിരുന്നു, അവിടെ നിന്നായിരുന്നു കേട്ടോ. അവിടുത്തെ ടീ മേക്കിംഗ് സ്റ്റൈലൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ആ ചായ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് സ്നാക്സ് ഒക്കെ കഴിക്കാനായിട്ട് അവിടെ പോകാറുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഗോവയിൽ വെച്ചിട്ട് നമുക്ക് കിട്ടിയ, അതായത് നമ്മളുടെ മുത്തിന് കിട്ടിയ പണിയുണ്ടല്ലോ, നമ്മുടെ സീറ്റൊക്കെ പോയ ഒരു സിറ്റുവേഷൻ. അപ്പൊ അന്നത്തെ കേടുപാടുകളൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ റിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ മുത്തിന് ഒരു ഫുൾ സർവീസിനും കയറ്റിയായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് ഇന്ന് ഇവിടുന്ന് ലീവ് ചെയ്യാണ്. നമ്മൾ ഇന്ന് പൂനെയോട് ബൈ പറയാണ് കേട്ടോ. നേരെ മുംബൈക്കാണ് പോകുന്നത്. ഡയറക്റ്റ് മുംബൈയിലേക്ക് പോകാനായിട്ട് ഒരു 150-170 കിലോമീറ്റർ ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ ലോനാവാല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ നമ്മൾ 1-2 ദിവസം സ്റ്റേ ചെയ്തിട്ടായിരിക്കും മുംബൈയിലേക്ക് പോകുന്നത് കേട്ടോ. ലോൻവാല എന്ന് പറയുന്നത് ഒരു ഹിൽ സ്റ്റേഷൻ ആണ്. മൺസൂൺ സമയത്തൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ലോൻവാലയിൽ ഹോസ്റ്റലിന്റെ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ അത് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും നമുക്ക് പോയേക്കാം. ഗുയ്സ്, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇന്നാണെങ്കിൽ നല്ലൊരു അടിപൊളി ഊണ് കഴിക്കാനുള്ള ഭയങ്കര കൊതിയുണ്ട്. എനിക്കൊന്ന് ഈ ഒരു യാത്രയിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഊണ് കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു കൊതി വന്നത് കേട്ടോ. ഞാനിപ്പോൾ പോകുന്ന വഴി വണ്ടി സൈഡാക്കിയിട്ട് ഗൂഗിളിൽ കയറി അടുത്ത് വല്ല കേരള റെസ്റ്റോറൻറ്റുകൾ ഉണ്ടോ നോക്കി. ഒരു രക്ഷയില്ല കേട്ടോ, അടുത്തെങ്കിലും ഒരെണ്ണം പോലും ഇല്ല. എന്തായാലും നമുക്ക് ആ ഒരു പ്രതീക്ഷ കൈവിടാതെ തപ്പി നോക്കാം. ഏതെങ്കിലും ഒരെണ്ണം കിട്ടുകയാണെങ്കിൽ അവിടെ ചോറുണ്ടെങ്കിൽ അത് കഴിക്കാം. എന്തായാലും ഗുയ്സ്, ഗൂഗിളിൽ കണ്ട ഒരു ലൊക്കേഷൻ അന്വേഷിച്ച് വന്നതാണ് കേട്ടോ. ഇതൊരു വീടായിരുന്നു. അവർ ഈ ഓർഡറൊക്കെ എടുത്തിട്ട് മാത്രം ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്. ഹോട്ടലൊന്നും ആയിരുന്നില്ല കേട്ടോ. അപ്പൊ ഗുയ്സ്, ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്തായാലും ഊണുണ്ട് കേട്ടോ. ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞാൻ നല്ലൊരു അടിപൊളി ചിക്കൻ പൊതിച്ചോറ് കഴിച്ചു കേട്ടോ. ഈ ഒരു പൊതിച്ചോറ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി എനിക്ക് നല്ല വിശന്നിരുന്നോണ്ടാണോ അല്ലെങ്കിൽ ഊണ് കഴിക്കാനായിട്ട് ഭയങ്കര കൊതി ഉണ്ടായിരുന്നോണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു മലയാളിയുടെ തന്നെ റെസ്റ്റോറന്റ് ആണ്. ഒരു കൊല്ലംകാരനായിട്ടുള്ള ഒരു ചേട്ടന്റെ റെസ്റ്റോറന്റ് ആണ് കേട്ടോ. എന്തായാലും നമ്മുടെ റൈഡ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് നേരെ ലോനാവാലയിലേക്ക് പോവാം. അപ്പൊ
അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഓൺ ദ വേയിൽ ഒരു അബദ്ധം പറ്റി കേട്ടോ. ഇത് പൂനെ ലോനാവാലയിലേക്ക് പോകുന്ന റൂട്ടിലുള്ള ഒരു ഹൈവേ ആണ്. ആക്ച്വലി ഇത് എക്സ്പ്രസ് ഹൈവേ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 2 വീലേഴ്സ് ഇവിടെ അലൗഡ് അല്ല കേട്ടോ. 4 വീലേഴ്സ് മാത്രമാണ് ഇവിടെ അലൗഡ് ആയിട്ടുള്ളത്. 4 വീലേഴ്സ് അതിന് മുകളിലുള്ള ഹെവി വെഹിക്കിൾസ് മാത്രം. അപ്പൊ ഞാൻ ഓർക്കാതെ കയറിയതാണ്. അപ്പം എന്നെ ഒരു കാറുകാരൻ കൈയാണ് ചേർത്തിട്ട് കാര്യം പറഞ്ഞു തന്നു. ഞാൻ തിരിച്ചതേ ഇപ്പം വന്ന റൂട്ട് ഒരു 100 മീറ്ററോളം ഞാൻ മുമ്പിലേക്ക് വന്നായിരുന്നു. അപ്പൊ വന്ന റൂട്ട് തിരിച്ച് റോങ് സൈഡ് എടുത്ത് പോകാൻ കേട്ടോ. കാരണം നമ്മൾ കുറച്ച് മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പോലീസുകാർ നിൽപ്പുണ്ടാവും. ഉറപ്പായിട്ട് ഫൈൻ അടിക്കും. 500 രൂപ മിനിമം പോവും. 2000 രൂപ വരെയൊക്കെ അവർ ചിലപ്പോൾ ഫൈൻ ചോദിക്കും. അപ്പൊ എന്തായാലും ജസ്റ്റ് മിസ്സായിരുന്നു. അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഓടി കയറിയതാണ്. എന്തായാലും ആ ചേട്ടൻ വന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ തിരിച്ചിറങ്ങാൻ കേട്ടോ. ഈ മഹാരാഷ്ട്രയിലത്തെ ട്രാഫിക് ഒക്കെ ഭയങ്കര കോമഡിയാണ്. ആൾക്കാരുടെ ഡ്രൈവിംഗ് സ്കിൽസ് ഒക്കെ ഭയങ്കര പരിതാപകരമാണ് കേട്ടോ. മിക്കവാറും സ്ഥലങ്ങളിലൊന്നും ആരും ഹെൽമെറ്റ് ഒന്നും വെക്കില്ല. ഹെൽമെറ്റ് വെക്കുന്നത് മാത്രമല്ല, ട്രാഫിക് റൂളുകളൊന്നും ആരും ഫോളോ ചെയ്യാറുമില്ല. നമ്മൾ പൂനെയിൽ നിന്ന സമയത്ത് ആ ഒരു സിറ്റി ഏരിയയിലുള്ള ആളുകൾ പോലും ഹെൽമെറ്റ് യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ സിഗ്നൽസ് ഫോളോ ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പൊ നമ്മളിതൊക്കെ ഫോളോ ചെയ്ത് വരുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഈ ഓടിക്കണവർക്കും വലിയ വെളിവൊന്നും ഉണ്ടാവൂല. ഒരു വെളിവില്ലാണ്ടാണ് വണ്ടിയായിട്ട് ഇറക്കുന്നത് തന്നെ. പോലീസുകാരും ട്രാഫിക് പോലീസുകാരൊക്കെ ഉണ്ട്. അവരെയും കൊണ്ട് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല ഇവിടെ. നമുക്കങ്ങനെ എപ്പോഴും കാണാൻ കിട്ടാത്തൊരു കാഴ്ച കണ്ടപ്പോൾ ഞാനൊന്ന് വണ്ടി സൈഡാക്കിയതാണ് കേട്ടോ. നിങ്ങൾ നോക്കിക്കേ, നല്ല രസമില്ലേ? 100 കണക്കിന് ആടുകളുണ്ട്. ഈ ആടുകളെ ഫുള്ള് മാനേജ് ചെയ്യാനായിട്ട് ആകെ 2 പേരാണ് കേട്ടോ ഉള്ളത്. എന്തായാലും അവരെ സമ്മതിക്കണം. ഇത്ര ആടുകളെ അവർ 2 പേരും കൂടിയാണ് മാനേജ് ചെയ്ത് കറക്റ്റ് റൂട്ടൊക്കെ കാണിച്ചു കൊടുത്ത് കൊണ്ടുപോകുന്നത് കേട്ടോ. എന്തായാലും എനിക്ക് നല്ല 2-3 ഷോട്ടൊക്കെ കിട്ടി. ഇത് വില്ലേജ് ഏരിയകളിലൊക്കെ കൂടുതലായിട്ട് കാണാൻ പറ്റും. സിറ്റി ഏരിയകളിലൊക്കെ കുറവാണ് ഇങ്ങനത്തെ കാഴ്ചകൾ കാണുന്നത്. അപ്പൊ നമുക്ക് ലോനാവാല എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പൊ അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിത് ലോനാവാല എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഹോസ്റ്റലറുടെ പ്രോപ്പർട്ടിയിലേക്കാണ് ലൊക്കേഷൻ ഇട്ടേക്കുന്നത്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. അടുത്താല് അവിടെ എത്തിയിട്ട് ഫ്രഷ് ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പൊ ഞാൻ ഈ ഹോസ്റ്റലിൽ എത്തിയിട്ട് ചെക്കിനും പരിപാടികളൊക്കെ ചെയ്തു. ഇവിടുത്തെ വെബ് ചെക്കിൻ കുറച്ച് ചടങ്ങാണ് കേട്ടോ. നമ്മുടെ ഹോസ്റ്റലിന്റെ ഒക്കെ വെബ് ചെക്കിനേക്കാളും ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടുത്തെ വെബ് ചെക്കിൻ. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഡോർമെറ്ററിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഹോസ്റ്റലർ ഒരു ചെറിയ പ്രോപ്പർട്ടിയാണ്. പക്ഷെ അത്യാവശ്യം നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നല്ല ഭംഗിയാക്കാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട്. രാത്രിയൊക്കെ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട്. ആ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. മാത്രമല്ല ഇവിടെ പൂളുണ്ട്. എന്തായാലും ഞാൻ വന്ന് ഫ്രഷ് ആവുന്നതിന് മുമ്പായിട്ട് ആദ്യം ഡയറക്റ്റ് പൂളിലേക്ക് ചാടി വെള്ളത്തിൽ കുറച്ചു നേരം വൈബൊക്കെ അടിച്ചിട്ട് പിന്നെ ഫ്രഷ് ആയി ഹോസ്റ്റലറിൽ നിന്ന് തന്നെ ഒരു ചായയും കുടിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഗുയിസ്, ഞാൻ ഇവിടെ നിന്ന് കിട്ടിയൊരു ഫ്രണ്ടിന്റെ കൂടെ ഇവിടെ മുലാഖാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വന്നേക്കാണ് കേട്ടോ. എന്തായാലും ഇവിടെ നിന്നാവാ ഇന്നത്തെ ഡിന്നർ. അപ്പോൾ ഗുയിസ്, നമുക്ക് ഇവിടുത്തെ ലോനാവാലത്തെ ഹോസ്റ്റലറിയിൽ നിന്ന് എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. മലയാളിയാണ്. നമ്മുടെ എറണാകുളം അല്ല, അവൻ ആലപ്പുഴയാണ്. പക്ഷേ എറണാകുളത്തിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന എഴുപതിന്. ബ്രോ, പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് അമിത്. ഞാനിവിടെ മറൈൻ എഞ്ചിനീയറാണ്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു കാര്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോഴാണ് പുള്ളിനെ പരിചയപ്പെട്ടത്. അവൻ ഇവിടെ പഠിച്ചതാണ്. ഇവിടെ ഒരു 8 മാസം 1 വർഷത്തോളം ഇവിടെ പഠിച്ചതാണ്. എന്നിട്ട് അവൻ എന്നോട് സ്ഥലങ്ങളൊക്കെ ചോദിക്കാനാണ്. അവനോട് കുറച്ച് സ്ഥലങ്ങളൊക്കെ എന്തായാലും അറിയാം. അപ്പോൾ ഞങ്ങളിത് ചിക്കൻ മഞ്ചൂരിയനും റൊട്ടിയാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. ഇത് പിന്നെ നമ്മളിപ്പം പല സ്ഥലങ്ങളിലും കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. റേറ്റ് എങ്ങനെയുണ്ട്? കൊള്ളൂല. നല്ല റേറ്റാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഈ ഒരു ചപ്പാത്തിക്ക് 30 രൂപ, അതിന് 40 രൂപ ഒക്കെ വെച്ചിട്ട് എടുത്തേക്കുന്നത്. നല്ല ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ഫുഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതേ ഒരു ചായ കുടിക്കാൻ വന്നേക്കാം കേട്ടോ. ചായ ഇവിടെ മിക്കവാറും സ്ഥലങ്ങളിലൊന്നും രാത്രി ചായ കിട്ടത്തില്ല. ഇവിടെ എന്തായാലും ഒരു ചായ കിട്ടുന്ന റെസ്റ്റോറൻറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇതേ ചായ വാങ്ങിച്ചു. ലോനാവാലയുടെ ആ ഒരു മെയിൻ ടൗൺ ഭാഗമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ചിക്കി ഷോപ്പുകളുണ്ട്. ആ കാണുന്നുണ്ട്, A1 ചിക്കി, മകൻലാൽ ചിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കടകളുണ്ട്. ചിക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പലിനോട്ടായി പോലത്തെ ഒരു സംഭവമാണ്. നമുക്കതൊന്ന് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കണം. അവൻ കട്ടൻ ചായ കുടിക്കാനുണ്ട്. കട്ടൻ ചായ എങ്ങനെയുണ്ടാ? എന്നിട്ട് പിള്ളേർക്ക് കൊടുക്കുന്ന ടോണിക്ക് പോലെ ഉണ്ടെന്നാണ് പറയണത്. പക്ഷെ എൻ്റെ ചായ വലിയ കുഴപ്പമില്ല കേട്ടോ. എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ചായയൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ മകൻലാൽ സ്റ്റിക്ക് ഒന്ന് ട്രൈ ചെയ്ത് ഇതാണ് ഇവിടുത്തെ ചിക്കി കേട്ടോ. പല ടൈപ്പ് ചിക്കി. നമ്മളുടെ കപ്പലിന് മിഠായി. ബാക്കിയൊക്കെ എന്തൊക്കെ സാധനമാണ് കേട്ടോ. ഇതിൻ്റെ ചെറിയ പാക്കറ്റ് ഉണ്ട്, 50 രൂപയുടെ. നമ്മളിത് ഈ സാധനം വാങ്ങിച്ചിട്ടോ. ഇത് ക്രഷ്ഡ് ഗ്രൗണ്ട് നട്ട് ചിക്കി. കപ്പലണ്ടിനായിരിക്കുള്ളൂ.
നീ കഴിച്ചു നോക്ക്, നീയാണ് പരീക്ഷണ വസ്തു. കപ്പലണ്ടി മിഠായി പൊടിച്ചിട്ട് വെച്ചേക്കണ സാധനം. ഞാൻ കഴിച്ചു നോക്കട്ടെ സുഹൃത്തുക്കളെ. പേരിനോട് 100% നീതി പുലർത്തുന്നുണ്ട്. ക്രഷ്ഡ് ഗ്രൗണ്ട് നട്ട്, കപ്പലണ്ടി പൊടിച്ചിട്ടുണ്ടാക്കുന്ന കപ്പലണ്ടി മിഠായി. കുഴപ്പമില്ലട്ടോ, ടേസ്റ്റ് കുഴപ്പം. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ലോനാവാലയിലത്തെ മെയിൻ ആയിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഒക്കെ നമ്മൾ അടുത്ത 2 വീഡിയോസിലായിട്ട് കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഒരു കാർല കേവ്സ് എന്ന് പറയുന്ന ഒരു കേവ് ഉണ്ട്, അതിന്റെ മുകളിൽ ഒരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തുങ്കർലി ഡാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാം ഉണ്ട്. പിന്നെ ലോനാവാലയിലത്തെ മെയിൻ ആയിട്ടുള്ള 2 കോട്ടകൾ, ലോഹഗഡ് കോട്ടയും പിന്നെ വിസാപൂർ കോട്ടയും. ഈ വിസാപൂർ ഫോർട്ടിലേക്കുള്ള ട്രെക്കിംഗ് അത്യാവശ്യം നന്നായിട്ട് കയറാനുണ്ട്. കുറച്ച് സ്റ്റീപ്പ് ആയിട്ടുള്ള ക്ലൈംബ് ഒക്കെ ഉള്ള ഒരു ട്രക്കാണ്. അത് അടിപൊളിയാണ് കേട്ടോ ആ ട്രെക്കിങ്. പിന്നെ വേറെ ബജ്ജ കേവ്സ് എന്ന് പറയുന്ന വേറൊരു കേവ്സ് ഉണ്ട്. ഒരുപാട് വർഷങ്ങളൊക്കെ പഴക്കമുള്ള ഒരു ബുദ്ധിസ്റ്റ് കേവ്സ് ആണ്. അപ്പൊ ആ കാഴ്ചകളെല്ലാം നമ്മൾ അടുത്ത വീഡിയോസിലായിട്ട് കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്തൊക്കെയാണ്. എല്ലാവട്ടും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ഇടുമ്പം പറ്റുകയാണെങ്കിൽ അതുകൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.